അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ജനപ്രീതി കുത്തനെ ഇടിയുന്നു. എക്കാലത്തും അദ്ദേഹത്തെ പിന്തുണച്ചിരുന്ന സ്വന്തം പാർട്ടിക്കാരുടെ ഇടയിൽ പോലും ട്രംപിന്റെ മാർക്കറ്റ് ഇടിയുകയാണെന്നാണ് പുതിയ ഫോക്കസ് ന്യൂസ് പോൾ സർവേ വ്യക്തമാക്കുന്നത്. മാർച്ച് 20 മുതൽ 23 വരെ അമേരിക്കയിലെ വോട്ടർമാർക്കിടയിൽ നടന്ന സർവേ പ്രകാരം ട്രംപിന്റെ പ്രവർത്തനങ്ങളിൽ തൃപ്തിയുള്ളവർ വെറും 41% മാത്രമാണ്. 59% പേർ അദ്ദേഹത്തെ എതിർക്കുന്നു. ഇതിൽ 47% പേരും കടുത്ത വിയോജിപ്പാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ എതിർപ്പാണ് ട്രംപ് ഇപ്പോൾ നേരിടുന്നത്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള അദ്ദേഹത്തിന്റെ പിന്തുണ ഒരു വർഷം കൊണ്ട് 92% നിന്നും 84% കുറഞ്ഞു എന്നതാണ്. മാഗ അഥവാ തീവ്ര ട്രംപ് അനുകൂലികൾ അല്ലാത്ത സാധാരണ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരുടെ ഇടയിലാണ് ഈ കൊഴിഞ്ഞുപോക്ക് കൂടുതലും നടന്നിരിക്കുന്നത്. എന്നാൽ ട്രംപിന്റെ കടുത്ത ആരാധകരായിട്ടുള്ള മാഗ വിഭാഗത്തിന്റെ പിന്തുണ ഇപ്പോഴും 97% ഇളകാതെ നിൽക്കുന്നുണ്ട് എന്നത് മറ്റൊരു വസ്തുതയാണ്. മറുവശത്ത് പ്രതിപക്ഷമായിട്ടുള്ള ഡെമോക്രാറ്റുകളിൽ 95%വും സ്വതന്ത്ര വോട്ടർമാരിൽ 75%വും ട്രംപിനെ പൂർണ്ണമായും എതിർക്കുന്നു. ഇത്തരം സർവേകൾ പുറത്തു വരുമ്പോൾ ഫോക്കസ് ന്യൂസിന് തന്നോട് വിരോധമാണെന്നും കണക്കുകൾ തെറ്റാണെന്നും ട്രംപ് എപ്പോഴും പരാതി പറയാറുണ്ട്. എന്നാൽ ഇത്തവണ സ്വന്തം പാർട്ടിക്കുള്ളിലെ കണക്കുകൾ പോലും അദ്ദേഹത്തിന് ഒട്ടും അനുകൂലമല്ല. പെട്ടെന്ന് ഈ ജനപ്രതി ഇടിയാനുള്ള പ്രധാന കാരണം ഇറാനുമായിട്ടുള്ള അമേരിക്കയുടെ സൈനിക സംഘർഷമാണെന്ന് നമുക്കറിയാം. അമേരിക്കൻ സൈനികർക്ക് ജീവഹാനി സംഭവിക്കുന്നതും അതിന് പിന്നാലെ ഇന്ധനവില കുതിച്ചുയരുന്നതും സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ആശങ്കകളും ഒക്കെ ജനങ്ങളെ വലിയ രീതിയിൽ അസ്വസ്ഥരാക്കുന്നുണ്ട്. ഇറാൻ വിഷയത്തിൽ ട്രംപ് സ്വീകരിച്ച നിലപാടുകളോട് 64% പേർക്കും വിയോജിപ്പാണ്. ഈ സൈനിക നടപടി അമേരിക്കയുടെ സുരക്ഷ വർദ്ധിപ്പിക്കില്ല, മറിച്ച് അത് അപകടത്തിലാക്കുകയേ ഉള്ളൂ എന്നാണ് ഭൂരിഭാഗം അമേരിക്കക്കാരും വിശ്വസിക്കുന്നത്. ഈ പ്രശ്നം പെട്ടെന്നൊന്നും അവസാനിക്കില്ല എന്നും മാസങ്ങളോളം നീണ്ടു നിൽക്കുമെന്നുമാണ് അമേരിക്കൻ ജനത കരുതുന്നത്. വരാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ ഡെമോക്രാറ്റുകളിൽ നിന്നും സ്വതന്ത്രരിൽ നിന്നും മാത്രമല്ല സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും ട്രംപിന് കടുത്ത വെല്ലുവിളികൾ നേരിടേണ്ടി വരും എന്നതാണ് ഈ റിപ്പോർട്ട് നൽകുന്ന കൃത്യമായിട്ടുള്ള സൂചന. ചുരുക്കത്തിൽ ട്രംപിന്റെ രാഷ്ട്രീയ കോട്ടയിൽ വലിയ വിള്ളലുകൾ വീണ് തുടങ്ങിയിരിക്കുന്നു എന്ന് സാരം. ഇനി ഈ യുദ്ധത്തിൽ ഒരു വിജയം കൂടി ട്രംപിന് കാണാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ തിരിച്ചടിക്ക് തന്നെ കാരണമായേക്കാം. ന്യൂസ് ഡെസ്ക് പറയണം.